ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് കയറി വെക്കട്ടോ. ഇവിടെ പ്രോബ്ലം ഇല്ല, എല്ലാരും കയറിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് ടൈം ഓഫ് സപ്ലൈ ആണ്. ഞാൻ എക്സ്പോർട്ടാ ഇമ്പോർട്ട് അത് പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്താണ്, ടൈം ഓഫ് സപ്ലൈ കൊണ്ട് മീൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ യൂസ് ചെയ്യുന്നത്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്നതൊരു ടോപ്പിക് വരുന്നത്? ഡേറ്റ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടാക്സ് പോയിന്റ്, ഇത് മൂന്നും സെയിം ആണ് കേട്ടോ. ഡേറ്റ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ ടാക്സ് പോയിന്റ്. അപ്പൊ എന്തായിരിക്കും ഈ ടൈം ഓഫ് സപ്ലൈ കൊണ്ടൊക്കെ മീൻ ചെയ്യുന്നത്? എന്തായിരിക്കും? അതായത് നമ്മൾ ഫയലിംഗ് ചെയ്യേണ്ടത് ഏത് സമയം, അല്ലെ, ഏത് മാസത്തിലാണ് നമ്മൾ പറഞ്ഞ ഒന്നുകിൽ മന്ത്ലി ചെയ്യാം അല്ലെങ്കിൽ ക്വാർട്ടർലി ചെയ്യാം. അപ്പൊ ഏത് നമ്മൾ കുറേ ട്രാൻസാക്ഷൻ നടക്കും. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ ഒന്നെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധനം ആദ്യം കൊണ്ടുപോയിക്കോളാൻ പറയും. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ ബില്ല്, ഇൻവോയ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ആ ഡ്യൂ ഡേറ്റിന്റെ സമയത്തായിരിക്കും അവർ പൈസ തരിക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പൈസ തരിക. അപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മൾ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ആ സപ്ലൈ നടക്കുന്ന അവസരത്തിൽ പല രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് വരാറുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു കണ്ടീഷൻ വരാറുണ്ട്. അതായത് ഗുഡ്സ് മൂവ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ആദ്യം കിട്ടും അഡ്വാൻസ് ആയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ സാധനം കൊണ്ടുപോകുന്ന സമയത്ത് ആ ടൈമിൽ തരും. ഇൻവോയ്സ് നമ്മൾ പിന്നെ ആയിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധനം ആദ്യം കൊണ്ടുപോയിട്ട് ഇൻവോയ്സ് നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ആ ഇൻവോയ്സ് കൊടുക്കുന്ന അന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് എമൗണ്ട് തരിക. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം, ക്വാർട്ടർലി ചെയ്യുന്ന ഫേമുകളുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി ചെയ്യുന്നുണ്ട്. കൂടുതലും ക്വാർട്ടർലി ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുന്നത് ഏപ്രിലാണ് എന്നുണ്ടെങ്കിൽ, സാധനം നമ്മുടെ അടുത്ത് നിന്ന് വന്ന് വാങ്ങിക്കൊണ്ട് പോയി, അപ്പൊ അതിന്റെ പൈസ കിട്ടുന്നത് ചിലപ്പോൾ മെയ് മാസമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നതിന് കണ്ടീഷൻ ഉണ്ട്, നമ്മൾ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗുഡ്സ് ഇൻവോയ്സ് കൊടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സാധനം നമ്മുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയി 14 ദിവസത്തിനുള്ളിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചാൽ നമുക്കറിയാം, ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അതിൽ സ്റ്റോക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്കത് ഒരു പരിധിയിൽ കൂടുതൽ ഇത്ര ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവോയ്സ് ഇല്ലാണ്ട് ആ സാധനം നമ്മുടെ അടുത്ത്. ഇപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ വരുന്നതാണ്. അപ്പൊ ഈ ടൈം ഓഫ് സപ്ലൈ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് മാസം ആണ് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ടത് ഏത്, അത് ഗുഡ്സിന്റെ കേസിലായിക്കോട്ടെ സർവീസിന്റെ കേസിലായിക്കോട്ടെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാ ഗുഡ്സിന്റെ കേസിൽ ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്: ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. അപ്പൊ ഇതിൽ ഏതാണോ ഏർലിയസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് ഈസ് ദ ഏർലിയസ്റ്റ്, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അതായത് ഇപ്പം എൻ്റെ ഒരു ബിസിനസ് ആണ് വിചാരിക്കുക, ദുബായിൽ ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഞാൻ എനിക്ക് ലാപ്ടോപ്പ് ഒക്കെ സെയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് വന്നിട്ട് എന്ത് ചെയ്തു, രണ്ട് രീതിയിൽ നമുക്ക് ഒന്ന് ഗുഡ്സ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റിൽ നമുക്ക് പ്രശ്നം വരാനില്ല. റെസിപ്റ്റ് ഓഫ് പേയ്മെന്റിൽ രണ്ട് രീതിയിലാണ് പേയ്മെന്റ് വരിക. ഒന്നെന്തായിരിക്കും, അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ച് പൈസ തരും, അല്ലെങ്കിൽ കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് അഡ്വാൻസ് പൈസ തരും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നായിട്ട് സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ 2-3 തവണ നമുക്ക് അഡ്വാൻസ് ആയിട്ട് വലിയൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ലാപ്ടോപ്പ് ഇപ്പോൾ ഒരു 10,000 AED വാങ്ങുന്ന ഒരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1000 AED ഒരു ഒരു മാസം തന്നു, പിന്നത്തെ മാസം ചിലപ്പോൾ 2,500 തന്നു, പിന്നത്തെ മാസം ചിലപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു, ഒന്നിച്ച് അവര് 6,500 എന്നുള്ളത് ഒന്നിച്ച് ചിലപ്പോൾ തന്നു. അങ്ങനെ അങ്ങനെ നമുക്ക് ഫുള്ള് സെറ്റിൽ ചെയ്ത് കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ആ 10,000 AED ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ ഒരു സൗണ്ട് കേട്ടതുപോലെ. ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ആ.
ഇതാണ് പറഞ്ഞ ഇല്ല എന്നാണ് പറഞ്ഞത്, കേട്ടില്ല. ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് എന്താ പറയാ, ഇങ്ങനെ ഒരു സൗണ്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം, നമ്മളാ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടിന്യൂറ്റി ആണ് നഷ്ടപ്പെടും. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സെറ്റിൽ ചെയ്യും. ഓക്കെ, രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അഡ്വാൻസ് കിട്ടാറുണ്ട്. ആ ഒരു കേസാണ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് കേസിൽ. പിന്നെ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നത്, ഇൻവോയ്സ് ടാക്സ് ഇൻവോയ്സ് ആയിരിക്കണം കേട്ടോ. വെറുതെ ഒരു ഇൻവോയ്സ് നമ്മൾ കൊടുത്തത് കൊണ്ടായിരിക്കില്ല. നമ്മൾ ടാക്സ് ഇൻവോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വരുള്ളൂ, നമുക്ക് ഫയൽ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ടാക്സ് ഇൻവോയ്സ് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ബില്ല് അടിക്കുമ്പോൾ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞ വൗച്ചറിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കേണ്ട, നമ്മൾ പ്രിന്റിന്റെ ഒരു പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് തന്നെയായിരിക്കും ഹെഡിങ് ഉണ്ടാവുക. സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ടൊക്കെ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അങ്ങനെ. പക്ഷേ സെയിലിന്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ഇൻവോയ്സ് എന്നായിരിക്കും. സെയിലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ പുതിയ ടാലിയുടെ വെർഷനകത്ത് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ടാലിയുടെ പഴയ വെർഷനകത്തൊക്കെ ടാക്സ് ഇൻവോയ്സ് എന്ന് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും, അത് എഡിറ്റ് ചെയ്യാനും നമുക്ക് പറ്റില്ലായിരുന്നു. അതേപോലെ നമുക്ക് ഇൻവോയ്സ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കേസിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണ്. ഒരു മിനിറ്റ്, ഒരാൾക്ക് ഇതിനകത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്, കേൾക്കട്ടെ കേട്ടോ. ആൾക്ക് ഒരിക്കലും കയറാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. നിങ്ങൾക്ക് ആരെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലെ? ഇത് കയറുന്ന സമയത്ത് പ്രോബ്ലം ഒന്നുമില്ലല്ലോ, ഡയറക്റ്റ് കയറി പോന്നില്ലേ സൂമില്? എന്തെങ്കിലും ആ, പ്രോബ്ലം, എക്സിറ്റ് ആയിട്ട് കയറി പോരും, അങ്ങനെ എന്തെങ്കിലും വന്നോ? കയറാൻ ഇല്ല. പറ്റും. വൈഫൈയിൽ ചിലപ്പോ കണക്ട് ആവാൻ പറഞ്ഞു. അത് പുറത്തുള്ള ആളാന്ന് എനിക്ക് തോന്നുന്നു. ആൾക്ക് ഇതുവരെ ഒരു ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറത്ത് ദുബായിലുള്ള ആളാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞിട്ട് പറ്റില്ല. ലിങ്ക് ഞാൻ ഇപ്പൊ പേഴ്സണലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കണക്ഷൻ കണക്ഷൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ. ദുബായിലുള്ള ആരെങ്കിലും ഉണ്ട് ഈ ക്ലാസ്സില്? എന്താണ് ഇഷ്യൂ എന്നൊന്ന് പറയാമോ? ഉണ്ട് ഞാൻ ദുബായിലാണ് മാം, പക്ഷെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. ആണോ? എന്തെങ്കിലും പ്രോബ്ലം? ആൾക്ക് ഇതുവരെ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. പേഴ്സണലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ട്രൈ ചെയ്യട്ടോ. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആലോ അല്ലേ? ആ, ഓക്കെ, ഇതിനകത്ത് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റും ടാക്സ് ഇൻവോയ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു. ഇനി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, ആ കേസിനാണ് നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് വരാറുണ്ട്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചിട്ട് എന്താ, നമ്മുടെ അടുത്തുനിന്ന് സാധനം പോയി, നമ്മുടെ ഗോഡൌണിൽ സ്റ്റോക്ക് മൂവ് ചെയ്തു, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് പറയാം. അതായത് അത് രണ്ട് രീതിയിൽ വരും ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് സപ്ലയറുടെ അണ്ടറിൽ വരും. അതായത് നമ്മൾ എക്സ്പോർട്ട് ഒക്കെ പറഞ്ഞ അവസരത്തിൽ ഡയറക്റ്റ് എക്സ്പോർട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കണം അതിന്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെങ്കിൽ ആരായിരിക്കണം അതിന്റെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യേണ്ടത്, പേർപ്പസും കാര്യങ്ങളൊക്കെ? എക്സ്പോർട്ട് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഡയറക്റ്റ് അയക്കുന്ന എക്സ്പോർട്ട്, ആളെന്നെ സപ്ലയർ. സപ്ലയർ. ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആരായിരിക്കും? സപ്ലയർ ആയിരിക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സപ്ലയർ. ആണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒരു മ്യൂച്വൽ എത്തിയത്. അണ്ടർസ്റ്റാൻഡിംഗിൽ ആർക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. സപ്ലയർ ആണ് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ രീതി ഏത് രീതിയാണ്? ഇനി റെസിപ്പിയന്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ലാപ്ടോപ്പ് ഞാൻ എന്റെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്കത് കൊടുക്കാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതായത് എൻ്റെ ഒരു സ്റ്റാഫിനെ വിട്ട് ഞാൻ അവർക്ക് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക, ഈ സാധനം സ്റ്റോക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതല്ല, അതായത് നമ്മൾ സപ്ലയർ ആണ്, നമ്മുടെ അതോറിറ്റിയിൽ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് വന്നു, പക്ഷെ നമ്മൾ ബില്ലൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല കേട്ടോ. അവരെന്ത് ചെയ്യാണ്, നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് അവർ നോക്കി അവരെന്ത് ചെയ്യണം,
കസ്റ്റമർ ആരാണോ അവർ വന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിലേതെങ്കിലും ഒരു സ്റ്റോക്ക് അവർ കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് അതാണ് ഗുഡ്സിന്റെ കേസിൽ വരിക. അതാണ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇതിൽ എല്ലാം കൂടെ ഒന്നിച്ച് നടക്കില്ലല്ലോ, എല്ലാം കൂടെ ഒരു ഡേറ്റിൽ നടക്കില്ല. അതായത് എന്തിനാ മെയിൻ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേസിൽ മന്ത്ലിയാ കൂടുതലും പോവുക, പക്ഷെ യു എയിലൊക്കെ ക്വാർട്ടർലി ആണ് പോവുക. അപ്പോൾ ഒരു ഏപ്രിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിക്കാം, ഇതിലേതെങ്കിലും ഒന്ന് നടന്നു. ചിലപ്പോൾ മെയ് ജൂണിലൊക്കെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അടുത്തത് ഇപ്പോൾ ഇൻവോയ്സ് കൊടുക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ പേയ്മെന്റ് നടക്കുന്ന ആയിക്കോട്ടെ, അങ്ങനെയുള്ള കേസ് നടക്കുമ്പോൾ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പ്രശ്നമല്ല, ഏപ്രിലെ ആ ഒരു കാര്യം നമുക്ക് മെയ് 28-ാം തീയതി കൊടുക്കാം. ക്വാർട്ടർലി ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി ഇത് മൂന്നായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വന്നിട്ട് മെയ് 28-ാം തീയതി അവർ ആ ട്രാൻസാക്ഷൻ മൂന്നും കൂടെ കൂട്ടി കൊടുക്കും. ഇനി മെയ്യിലാണ് ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസം കഴിയണം. അതായത് 2 മാസം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഫയൽ ചെയ്ത് കൊടുക്കാൻ, അതായത് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് UAE-വാറ്റിന്റെ അണ്ടറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം. കൂടുതലും ക്വാർട്ടർലി കമ്പനി ഫയലിംഗ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനകത്തൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഗുഡ്സ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻവോയ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ 10-ന് കൊടുത്തു. പക്ഷെ ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്തത് എന്നാണ് 15-ാം തീയതിയാണ്. ഏപ്രിൽ നമ്മൾ ആദ്യമേ ഇൻവോയ്സ് കൊടുത്തു. ഡെലിവറി ഓഫ് ഗുഡ്സ് നമ്മൾ 15 ഏപ്രിലാണ് കൊടുത്തത്. നമുക്ക് പേയ്മെന്റ് കിട്ടിയത് എന്നാ പേയ്മെന്റ് കിട്ടിയേ? അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഫസ്റ്റ് നടക്കണം. ഒന്നെങ്കിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആയിക്കോട്ടെ, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ആയിക്കോട്ടെ, ഇഷ്യൂ ഓഫ് ടാക്സ്, ഈ 3 കണ്ടീഷനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണോ ഫസ്റ്റ് എയർലിസ്റ്റ് നടന്നത് എന്താണ്? നമുക്ക് പേയ്മെന്റ് ആദ്യം കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റിനകത്ത് 2 കണ്ടീഷൻ വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഞാൻ എഴുതിയിട്ടില്ല. ഒന്ന് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്താലും അതേപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. അഡ്വാൻസ് കിട്ടിയാലും എന്താണ് ഇതിനകത്ത് വരിക? അതായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ മാർച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അതായത് ഡെലിവറി ഗുഡ്സ് നമ്മൾ ഇൻവോയ്സ് 10-ാം തീയതി കൊടുത്തു, ഡെലിവറി ഓഫ് ഗുഡ്സ് 15-ാം തീയതിയാണ്. ഇതിന്റെ പേയ്മെന്റ് കിട്ടിയത്, അതായത് ഫുൾ ആയിരിക്കും കിട്ടിയത്. നമുക്ക് പാർഷ്യലി ആണോ ഫുൾ ആണോ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞേനെ. ഈ ഒരു ക്വസ്റ്റിനകത്ത് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് ക്യാഷ് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ? മാർച്ച് 15-ാം തീയതിയാണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഇതിൽ ഫസ്റ്റ് നടന്നത് മാർച്ച് 1. ഫസ്റ്റ് നടന്നത് മാർച്ച് ആയതുകൊണ്ട് മാർച്ച് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് മാസത്തിൽ നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കണം? നെക്സ്റ്റ് മന്തിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തൊരു കാര്യം കൂടി പറയുകയാണ്. ഈ ഒരു ക്വസ്റ്റിനകത്ത് വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ അഡ്വാൻസ് ഓഫ് പേയ്മെന്റ് ഇതിനകത്ത് ആദ്യം നടന്നു എന്ന് വിചാരിക്കുക. അതായത് അഡ്വാൻസ് പേയ്മെന്റ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഏകദേശം അഡ്വാൻസ് പേയ്മെന്റ് നമുക്ക് ഫെബ്രുവരിയിലാന്ന് വിചാരിക്കുക. ഫെബ്രുവരി 3. ഓക്കെ, ഞാനിവിടെ പറഞ്ഞതിനകത്ത് ഈ 3 കാര്യങ്ങളുള്ളൂ: ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ആദ്യമേ തന്നെ ഫെബ്രുവരിയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഫുള്ളാവാം, പാർഷ്യലി ആവാം. അതായത് ഇപ്പോൾ ഒരു 5000 AED അതിന്റെ ലാപ്ടോപ്പാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവരൊരു 500 AED ആണ് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം ഫെബ്രുവരിയിൽ. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ആ എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു എമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫയലിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു ഇതിനകത്ത് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് കേസിലുണ്ട്. ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കണേ എന്നുള്ള കേസാണ് നമ്മൾ നോക്കുക ഗുഡ്സിന്റെ കേസിൽ. ക്ലിയർ ആണോ? അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ നോക്കണം എന്നൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൽ ഏതാണോ അഡ്വാൻസ് പേയ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കുക. ഇനി വേറെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഇൻവോയ്സ് ഫസ്റ്റ് ഏപ്രിൽ കൊടുത്തു. ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇൻവോയ്സ് നമ്മൾ ഏപ്രിൽ മാസമാണ് കൊടുത്തത്, പക്ഷെ നമ്മൾ ഗുഡ്സ് ആദ്യമേ ഡെലിവറി ചെയ്ത് കൊടുത്തായിരുന്നു മാർച്ചിൽ. അതേപോലെ തന്നെ പേയ്മെന്റ് നമുക്ക് കിട്ടിയത് ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പൊ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 25 മാർച്ച്. 25 മാർച്ച് ആയിരിക്കും. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ നമ്മൾ സപ്ലയറുടെ അണ്ടറിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കണേ, അതല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ അണ്ടറിലായിരിക്കും. അതായത് ഓഫീസിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കേസ് ഉണ്ട്, നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് പറയാണ് ഈ പേയ്മെന്റ് കിട്ടിയതും ടാക്സ് ഇൻവോയ്സ് ഒക്കെ ജൂലൈ മാസത്തിലാന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കേസിൽ എന്ത് ചെയ്തു? മാർച്ചിൽ വന്നു എന്ന് വിചാരിക്കുക.
മാർച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സപ്ലയറുടെ അണ്ടറിലായിക്കോട്ടെ റെസിപ്പിന്റെ അണ്ടറിലായിക്കോട്ടെ ഏതാണോ ഫസ്റ്റ് നടക്കണേ, അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ അയാള് മാർച്ച് മാസത്തിൽ വന്നിട്ട് ഓഫീസിൽ വന്ന് സാധനം നോക്കി ഇഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. പക്ഷെ ഗുഡ്സ് മൂവ് ചെയ്തിട്ടില്ല മാർച്ചില്. ജൂലൈയിലാണ് നമുക്ക് ഇൻവോയ്സും കൊടുത്തത്, അതേപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടിയതും ജൂലൈയിലാണ്. മാസം ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചോളാം. ജൂലൈയിലാണ് നമുക്ക് പേയ്മെന്റ് കിട്ടിയതും, അതായത് പൈസ കിട്ടിയതും ടാക്സിന്റെ ഇൻവോയ്സ് നമ്മൾ കൊടുത്തതും ജൂലൈയിലാണ്. പക്ഷെ മാർച്ചിൽ അയാൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഓഫീസിൽ വന്ന് സാധനങ്ങളൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഏപ്രിൽ മാസമാണ് നമ്മൾ ഗുഡ്സ് കൊടുത്തത്. അയാൾ തന്നെ വന്ന് വാങ്ങി എടുത്തുകൊണ്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഒരു സ്റ്റാഫ് കൊണ്ടുപോയി അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു, എങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഏപ്രിൽ. ജൂലൈ ആവില്ല എന്തായാലും, കാരണം നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് പറഞ്ഞിട്ട് മാർച്ച് ആയിരിക്കും ഏപ്രിൽ ആയിരിക്കും? ഏപ്രിൽ. ഏപ്രിൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഏപ്രിൽ ആയത്? നമ്മുടെ ഗുഡ്സ് മൂവ് ചെയ്തത് എപ്പോഴാ? അതാണ് ഏപ്രിൽ. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് കൊണ്ട് മീൻ. നേരെ മറിച്ച് നമുക്ക് ജനുവരിയിൽ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ ജനുവരി ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരിയിൽ നമുക്കത് കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കണം. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നത്. അത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഗുഡ്സിന്റെ കേസ് വരിക. ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് സർവീസസിന്റെ കേസിലാണ്. സർവീസിന്റെ കേസിൽ ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അഡ്വാൻസ് കൊടുത്താൽ അഡ്വാൻസിന്റെ എത്ര പെർസെന്റേജ് ആണോ ടാക്സ് ആണോ കൊടുക്കുന്നത്? അഡ്വാൻസ് നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിന്റെ, അതായത് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒരു ലാപ്ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് ഒരു 5000 AED-ക്കാണ് നമുക്ക് ലാപ്ടോപ്പ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അഡ്വാൻസ് ഒരു 1000 കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ എക്സൽ എടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ ഒരു ലാപ്ടോപ്പിന് നമുക്ക് എന്താണ്, ഒരു ലാപ്ടോപ്പിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വലുതാക്കണോ? ഒരു ലാപ്ടോപ്പിന് 5000 AED ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്തു? ഏപ്രിൽ 20 നമുക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ കിട്ടി, ഒരു 1000 കിട്ടിയെന്ന് വിചാരിക്കുക. 1000 AED നമുക്ക് ഏപ്രിൽ 20 കിട്ടി. അതേപോലെ തന്നെ ഇതിന്റെ ഗുഡ്സ് മൂവ് ചെയ്തത് 25 ആണെന്ന് വിചാരിക്കുക. 25 ഏപ്രിലാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തത്. ട്രാൻസ്ഫർ ഗുഡ്സ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ 30 നമ്മൾ എന്ത് ചെയ്തത്? ടാക്സ് ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്ത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫുള്ള് സെറ്റിൽ ചെയ്ത് വരും മെയ് മാസമാണെന്ന് വിചാരിക്കുക. ഏപ്രിൽ മെയ് നെക്സ്റ്റ് മന്തിലാണ് നമുക്ക് ഫുൾ സെറ്റിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫുൾ സെറ്റിൽ എന്ന് പറയുമ്പോൾ ഈ മെയ് 6 എത്ര എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്? 4000. 4000 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി, നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് കേസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ കിട്ടിയ ഈ 1000 ആണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണ്ടേ? റിട്ടേൺ ചെയ്ത് ഏപ്രിൽ മെയ് മാസം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് പിന്നത്തെ കേസിൽ നമ്മൾ നോക്കുകയാണ് ബാലൻസ് നമുക്ക് ഫുൾ സെറ്റിൽ ചെയ്ത് എന്താണ്. അപ്പൊ എമൗണ്ടിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കൊടുക്കണം? 1000. നമുക്ക് എത്രയാണോ അഡ്വാൻസ് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. 2 തവണ നമുക്ക് പേയ്മെന്റ് കിട്ടി. അപ്പൊ 2 തവണ പേയ്മെന്റ് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് ഏത് എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടി വരും എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏതിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും ഫുൾ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും, അതായത് അതാത് മാസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ അഡ്വാൻസ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് 1000 എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ 1000ന്റെ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. പിന്നെ കിട്ടിയിരിക്കുന്നത് മെയ് മാസമാണ്. അതിൽ 4000ന്റെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം.
ഓക്കെ ആണോ? സുഹൈലല്ലേ ഡൗട്ട് ചോദിച്ചേ? അതെ. ഓക്കെ. ആ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോ നെക്സ്റ്റ് ടാക്സ് ഇൻവോയ്സ് കംപ്ലീറ്റ് എമൗണ്ടിന്റെ അല്ലേ ടാക്സ് ഇൻവോയ്സ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമ്മള് ഇത് കാണിക്കണ്ടേ? വാറ്റ് 5% കാണിക്കണ്ടേ? ഇല്ല, ടാക്സ് ഇൻവോയ്സിന്റെ ആണ് നമുക്ക് ആദ്യം ഇഷ്യൂ ചെയ്തെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ കാണിക്കണം. പൈസ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് കിട്ടിയ എമൗണ്ടിന്, അതായത് ഇപ്പൊ അല്ല നമുക്ക് അത് മനസ്സിലായി. ഫസ്റ്റ് ഇപ്പൊ അഡ്വാൻസിന്റെ 5% കാണിക്കാം. ഇപ്പോ അപ്പൊ അത് കഴിഞ്ഞിപ്പോ 15th നമുക്കിപ്പോ അഡ്വാൻസ് കിട്ടുന്നത്. അഡ്വാൻസിന് 5% കാണിച്ചു. ഓക്കെ. 30th നമ്മൾ ടാക്സ് ഇൻവോയ്സ് റൈസ് ചെയ്യുന്നത്. ഇപ്പൊ ടാക്സ് ഇൻവോയ്സ് പറയുന്നത് കംപ്ലീറ്റ് ഗുഡ്സ് സെല് ചെയ്തേണ്ട എമൗണ്ട് വരുമല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇപ്പൊ ടാക്സ് എടുക്കുക? എങ്ങനെയാ? ടാക്സ് കംപ്ലീറ്റ് എമൗണ്ട് ഇൻവോയ്സിന് വരില്ല. അപ്പൊ അഡ്വാൻസിന്റെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുമല്ലോ അവിടെ. ഇല്ല, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അതായത് 5,000 വരും. ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ആദ്യം നടന്നത് അഡ്വാൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ 4,000 കാണിക്കാൻ പാടുള്ളൂ ടാക്സ് ഇൻവോയ്സിനകത്ത്. കാണിക്കാൻ പാടുള്ളൂ. അതായത് നമുക്ക് ടോട്ടൽ 5,000 ആണല്ലോ ഇതിന്റെ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഈ ഐറ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പൊ ഒരു ഇൻവോയ്സ് നമുക്ക് ഈ ടോട്ടൽ ഹോൾ എമൗണ്ടിന്റെ എമൗണ്ടിന്റെ 1 ഇൻവോയ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഏതാണ്, അതായത് ഇപ്പൊ പേയ്മെന്റിന്റെ കേസാണ് ഫസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ വന്ന എമൗണ്ടിന് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞത്. ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടാക്സ് ഇൻവോയ്സ് നമ്മൾ കൊടുത്തിട്ടില്ലേ, ആ ടോട്ടൽ എമൗണ്ടിന് പിന്നത്തെ മാസം നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കണം. എന്നാലാണല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അത് എമൗണ്ട് ബാലൻസ് ആവണ്ടേ ആ ഒരു പാർട്ടി ആയിട്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളിപ്പോ എന്റെ ഒരു ഗുഡ്സ് ലാപ്ടോപ്പിന് ഇപ്പൊ ആദ്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് 1,000 ഇട്ടു. പക്ഷെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പോ ഞാനിപ്പോ എങ്ങനെയാണ് അത് ഐറ്റം വൈസ് എങ്ങനെ എൻട്രി ചെയ്യാം? അപ്പൊ 5,000 കംപ്ലീറ്റ് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ കോസ്റ്റ് കുറഞ്ഞതായിട്ട് കാണിക്കില്ലേ? ഇല്ല, ടോട്ടൽ എമൗണ്ട് എൻട്രി ചെയ്യണം. 5,000 നമ്മൾ എൻട്രി ചെയ്യണം ടോട്ടൽ ടാക്സ് ഇൻവോയ്സിന്റെ. ലോക്ക് ചെയ്തോളാം നോക്കും. ഇൻവോയ്സിന്റെ എമൗണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം ഇൻവോയ്സിന്റെ എമൗണ്ട് നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ നമ്മൾ ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്ന കേസാണ് പറഞ്ഞത്. അഡ്വാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് പേയ്മെന്റ് ഫസ്റ്റ് കിട്ടി, ടാക്സ് ഇൻവോയ്സിന്റെ എമൗണ്ട് അത് തന്നെ കൊടുക്കണം. ടാക്സ് ഇൻവോയ്സിന്റെ എമൗണ്ട് എത്രയാണോ വന്നിരിക്കുന്നത്, ഇപ്പോൾ 5,000 ആയിക്കോട്ടെ 10,000 ആയിക്കോട്ടെ, എത്രയാണോ എമൗണ്ട് അത് തന്നെ നമ്മൾ കൊടുക്കണം. അത് വെച്ച് വേണം ഫയൽ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. ലാസ്റ്റ് ചോദിക്കെങ്കിൽ ഓക്കെ. ഇത് ഓക്കെ, ഗുഡ്സിന്റെ കേസ് അങ്ങനെയാണ്. ഇനി സർവീസിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ്. കാരണം എന്താണ്, ഒന്ന് നമുക്ക് സർവീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് വരും, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടണം. ഇതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് ആയിട്ട് സെറ്റിൽ ചെയ്തും കിട്ടും, അല്ലെ കുറച്ച് ടേംസ് ആയിട്ടും കിട്ടും. അതേപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ അല്ല, ഇതിനകത്ത് കംപ്ലീഷൻ ഓഫ് സർവീസ് ആണ്. സർവീസിന്റെ കേസിൽ വരുന്നത് നമുക്ക് എന്താണ്, കംപ്ലീഷൻ ഓഫ് സർവീസാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, നമ്മൾ ഏതാണോ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുന്നത്, ഇത് മൂന്നും. അതായത് നമ്മൾ സർവീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ആയിക്കോട്ടെ, സർവീസ് കംപ്ലീറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സർവീസിന്റെ കേസിൽ നോക്കുക. ഇപ്പോൾ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന സർവീസ്, എന്തെങ്കിലും സർവീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഇൻഷുറൻസിന്റെ സർവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിലും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ അതിന്റെ ടാക്സ് ഇൻവോയ്സ് കൊടുത്തു, പേയ്മെന്റ് ഇതിനകത്തും വരും അഡ്വാൻസ് പേയ്മെന്റ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത്, ആ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 20-നാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഇൻവോയ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഏപ്രിലാണ് എന്ത് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് ഏപ്രിൽ 5-ആണ്. അതേപോലെ തന്നെ പേയ്മെന്റ് കിട്ടിയത് നമുക്ക് ഏപ്രിൽ 10-ആണ്. പക്ഷെ ഇതിനകത്ത് ഏതാ ഫസ്റ്റ് നടന്നത്, ആ സർവീസിന്റെ ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കൊടുത്തു. സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനും പൈസ കിട്ടുന്നതിനും മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർവീസസിന്റെ കേസിലാണെങ്കിലും ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത്, സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിലും നോക്കിയേ, ഫസ്റ്റ് സർവീസ് ഫസ്റ്റ് ഏപ്രിലാണ് ഇൻവോയ്സ് കൊടുത്തത്, കംപ്ലീഷൻ എപ്പോഴാണ്, സർവീസ് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തു.
മാർച്ച് മാസം സർവീസ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇൻവോയ്സ് ഏപ്രിൽ മാസമാണ് കിട്ടിയത്. അതുപോലെ തന്നെ പൈസ കിട്ടിയതും ഏപ്രിൽ മാസമാണ്. ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഗുഡ്സിന്റെ കേസിലാണെങ്കിലും സർവീസിന്റെ കേസിലാണെങ്കിലും നമുക്ക് ടൈം ഓഫ് സപ്ലൈക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ കറക്റ്റ് 14 ദിവസമുണ്ട്. സർവീസ് ആയിക്കോട്ടെ അതായിക്കോട്ടെ നമ്മൾ എടുത്ത് കറക്റ്റ് 14, ഒന്നെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടി, നമുക്ക് എന്താണോ ട്രാൻസാക്ഷൻ ആദ്യം നടക്കണേ അതിന് 14 ദിവസത്തിനകം ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം എന്ന് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ 3 കാര്യത്തിൽ ഏതാണോ ഫസ്റ്റ് നടക്കണേ, ഒന്നെങ്കിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യേണ്ട കേസ് ആവാം, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് കൊടുക്കുന്ന കേസ് ആവാം, പേയ്മെന്റ് കിട്ടുന്ന കേസ് ആവാം. അപ്പൊ ഇതിലേതാണ് ടൈം ഓഫ് സപ്ലൈ? ഈ രണ്ടാമത് ഇട്ടിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് ഏപ്രിലിൽ ഇൻവോയ്സ് കൊടുത്തു, സർവീസ് മാർച്ച് 25 കംപ്ലീറ്റ് ചെയ്തു, പേയ്മെന്റ് കിട്ടിയത് ഏപ്രിൽ 10 മാർച്ച് 25. മാർച്ച് 25. ഓക്കെ, എന്നാണ് നമുക്ക് കംപ്ലീറ്റ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ കൊടുക്കുവാണ്. ഇപ്പൊ നമ്മളൊരു കാറൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്ന് വിചാരിക്കാം. കാറ് റിപ്പയർ ചെയ്യാനൊക്കെ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു? അവർ ഇൻവോയ്സും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, നമ്മൾ എമൗണ്ടും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ കാറ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്തു, ഇന്ന് കൊടുത്തു, നാളെ അതിന്റെ വർക്കെല്ലാം റെഡിയാക്കി പെറുക്കി തന്നു. അപ്പൊ രജിസ്ട്രേഷൻ ഉള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക അവരുടെ. അപ്പൊ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബില്ല് തരുന്നത് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20/8 നമ്മൾ കാറ് കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത്, കാറിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് അവർ റെഡിയാക്കി തന്നു. അതിനുശേഷം അവർ ഇൻവോയ്സ് തരുന്ന അന്നേരം തരാൻ വിട്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് ഒരു 25 നമുക്ക് ഇൻവോയ്സ് തന്നതെന്ന് വിചാരിക്കുക. ഈ മാസമാണെങ്കിൽ നമുക്കത് പ്രോബ്ലം ഇല്ല, കാരണം അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് പിന്നത്തെ മാസത്തിലേക്ക് അത് ഫയൽ ചെയ്ത് പോകാൻ പറ്റും. അതല്ല ഇപ്പൊ നമ്മൾ 30 കൊണ്ടുപോയി കാറ് ഒന്ന് കംപ്ലൈന്റ് ഉണ്ടായിട്ട് നന്നാക്കാൻ കൊടുത്തു, അതിനുശേഷം അത് അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നു, ആ ഒരു വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നു. പിന്നെ എന്ത് ചെയ്തു? ഇതിപ്പോ ഓഗസ്റ്റ് ആണ്, സെപ്റ്റംബർ മാസമായിരിക്കും അവർ നമുക്ക് ഇൻവോയ്സ് തന്നത്, നമ്മൾ പൈസ കൊടുത്തതും സെപ്റ്റംബർ മാസമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ ഏത് മാസത്തിലായിരിക്കും വരിക? ഓഗസ്റ്റ് ആണോ സെപ്റ്റംബർ ആണോ? ഓഗസ്റ്റ്. ഓഗസ്റ്റിലായിരിക്കും. അതായത് നമ്മുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. കാറ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ ഏതാണോ ഫസ്റ്റ്, ഇതെല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ലല്ലോ. എല്ലാം കൂടി ഒന്നിച്ച് നടന്നാൽ നമുക്ക് എളുപ്പമാണ്. ഏത് മാസമാണ് കൊടുക്കണേന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. ഇത് ക്വാർട്ടർലി ചെയ്യുമ്പോഴാണ് ഇതിനകത്തൊരു പ്രശ്നം സംഭവിക്കുക. ക്വാർട്ടർലി ചെയ്യുന്ന അവസരത്തിൽ ഈ പറഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് ആണ് ഇൻവോയ്സ് തന്നത്, അപ്പം മെയ്യിലാണ് ചിലപ്പോൾ പേയ്മെന്റ് കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഏപ്രിലെ ട്രാൻസാക്ഷൻ ഒക്കെ മെയ് 28 കൊടുക്കുന്നത്. ക്വാർട്ടർലി കൊടുത്ത് നമുക്ക് ഏപ്രിൽ തീർന്നു എന്ന് വിചാരിക്കാം. അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിലെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ മെയ്യിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ കൊടുക്കുന്നത് എപ്പോഴായിരിക്കും? പിന്നെ അടുത്ത ഫയലിംഗ് ചെയ്യണ ക്വാർട്ടർലി ആണെങ്കിൽ ഏത് മാസമായിരിക്കും കൊടുക്കുക? ഏത് മാസമായിരിക്കും കൊടുക്കുക? നെക്സ്റ്റ് ക്വാർട്ടർ. നെക്സ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏതായിട്ട് വരും? മാർച്ച്, ഏപ്രിൽ. ഏപ്രിൽ നമ്മൾ കൊടുത്തു, മെയ്യിൽ കൊടുത്തു, മെയ്യിലാണ് ഒരു ക്വാർട്ടർ കൊടുത്തത്. പിന്നെ അടുത്ത ക്വാർട്ടറിൽ കൊടുക്കണമെങ്കിൽ എപ്പോഴായിരിക്കും വരിക? മെയ്യിലെ ഒരു ബില്ല് നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി, ഏപ്രിലിൽ ഒരു ബില്ല് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് അമെന്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് 3 മാസം കൂടി വെയിറ്റ് ചെയ്യണം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ഗുഡ്സിന്റെ കേസിൽ നമ്മൾ ഇൻവോയ്സ് ആയിക്കോട്ടെ, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആയിക്കോട്ടെ, പേയ്മെന്റ് കിട്ടുന്ന കേസ് ആയിക്കോട്ടെ, ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കണേ അത് കൊടുക്കുക. സപ്ലൈ സർവീസിന്റെ കേസിലാണെങ്കിലും ഇൻവോയ്സ് കൊടുക്കുന്നു, അതുപോലെ സർവീസ് കംപ്ലീറ്റ് ആവുന്നു, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഇതിൽ അഡ്വാൻസ് കിട്ടിയാലും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇതാണ് ഗുഡ്സിന്റെ കേസിലും സർവീസസിന്റെ കേസിലും നമുക്ക് ടൈം ഓഫ് സപ്ലൈ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷനോടെ പഠിക്കാനുണ്ട്. വെൻഡിങ് മെഷീന്റെ ടൈം ഓഫ് സപ്ലൈ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സെയിൽ ഓഫ് അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിൽ. എന്താണ് അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിൽ? അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ, പ്രോഗ്രസീവ് വർക്ക്? എന്താണ് അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിൽ ഓൺ റിട്ടേണബിൾ ബേസിസ്. അറേഞ്ച്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദ സപ്ലയർ വെച്ച് എന്താ അതെന്താ അർത്ഥം? സെയിൽ ഓൺ അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിൽ എന്താണ്? സെയിൽ ഓൺ അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിൽ. സെയിൽ ഓൺ റിട്ടേണബിൾ ബേസിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ടൈം ഓഫ് സപ്ലൈ പറയുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർക്കാനെന്ന് വിചാരിച്ചിട്ടാണ്.
അറിയോ സെയിൽ ഓൺ അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയില്? നമുക്ക് വിൽക്കാനായിട്ട് സാധനം തരുന്നതല്ലേ? പക്ഷെ അതിലൊരു കമ്മീഷൻ അവര് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. അത് അതായത് ഇപ്പൊ തിരിച്ചെടുക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോറിൽ എന്ത് ചെയ്തു, പുതിയൊരു പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ഞാനിപ്പോ ഒരു മെഡിക്കൽ റെപ്പാന്ന് വിചാരിക്കുക, എന്നെ ഒരു കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കണതാണ്. അപ്പൊ മെഡിക്കൽ റെപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു കമ്പനി അവരൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഞാനൊരു സാധനം കൊടുക്കണം. നമുക്കറിയാം ജസ്റ്റ് ഒരു ബ്രാൻഡ്, ഇപ്പോൾ ഒരു എന്ത് പ്രോഡക്റ്റ്, ബേബി ഫുഡിന്റെ പ്രോഡക്റ്റ് ഒക്കെയാണ്, ഹോർലിക്സ് അങ്ങനെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒരു ബ്രാൻഡ് മാറി കഴിഞ്ഞാൽ പോലും ആരും വാങ്ങില്ല. അപ്പൊ അവർക്ക് ഉറപ്പില്ല ഈ സാധനം വിറ്റ് പോവോ എന്നുള്ള കേസിൽ അവർക്ക് ഉറപ്പില്ല. അവരെന്ത് ചെയ്യും? അതിവിടെ വാങ്ങി വെക്കും. വാങ്ങി വെച്ച ശേഷം, അങ്ങനെയുള്ള കേസ് വരാറില്ല ചില ബിസിനസ്സിൽ. അപ്പൊ ആ വാങ്ങി വെച്ചിട്ട് ഇത്ര നാള് കഴിയുമ്പോൾ ചിലപ്പോൾ അത് എന്ത് ചെയ്യും? സെയിലായി പോവില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരത് തിരിച്ചെടുക്കും. തിരിച്ചു കൊടുക്കും. അല്ലേ? ഇപ്പൊ നിങ്ങൾ ചെന്നിരിക്കുന്ന മെഡിക്കൽ ഷോപ്പിലാണ് നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടിയേക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഹെൽത്ത് പ്രോഡക്റ്റ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വരാം. കാരണം എന്തായിരിക്കും? അവർ ആ ഒരു പ്രോഡക്റ്റ്, ഒരു ഹെൽത്ത് പ്രോഡക്റ്റ് പുതിയതായിട്ട് ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഒരു മെഡിക്കൽ റെപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു, മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരാൾ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ പറയുകയാണ് അത് സെയിലായി പോയെങ്കിൽ മാത്രമാണ് അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സെയിലായി ഇത്ര മാസം ഞങ്ങളത് അവിടെ വെക്കും. അത് സെയിലായി പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തന്നെ ഞാനത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു കേസിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്താണ്? കൺസൈൻമെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത്, അപ്രൂവൽ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സെനാരിയോ വരാം. ഫസ്റ്റ് സെനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണ്, ഒരു പ്രോഡക്റ്റ്, ഒരു ബേബി ഫുഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവർക്ക് ആ ഒരു മെഡിക്കൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ കൊണ്ടുപോയി മാർച്ച് 20 കൊണ്ടുപോയി കൊടുത്തു. മാർച്ച് 20 കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ അപ്രൂവൽ ചെയ്തു. അപ്പൊ ഇത് എന്നാണോ ആ ഒരു സ്ഥാപനം അപ്രൂവൽ ചെയ്യുന്നത്, അതിപ്പോ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു ബേബി ഫുഡിന്റെ ഒരു പുതിയൊരു ബ്രാൻഡ് കൊണ്ടുവന്ന് തന്നു, ഒരു കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾ കറക്റ്റായിട്ട് അപ്രൂവൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഇല്ല. സാധനം സ്റ്റോക്കിലേക്ക് കയറ്റി വെക്കാന്നല്ലാണ്ട് നമ്മൾ ബില്ല് കൊടുക്കാനോ നമുക്കതല്ലാണ്ട് നമുക്കത് സെയിൽ നടത്താനോ ഉള്ള ആ ഒരു എഗ്രിമെന്റ് കിട്ടിയിട്ടില്ല, ആ ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രൂവൽ കൊടുത്തു. അതായത് ഇപ്പോൾ ഒരാൾ വന്നത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ അടുത്ത് സ്റ്റോക്കും പോവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് അപ്രൂവൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഇൻവോയ്സ് ബില്ല് അടിച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ റിട്ടേണബിൾ ബേസിസിലാണ് ഒരു പ്രോഡക്റ്റ് എങ്കിൽ അത് എന്നാണോ അപ്രൂവൽ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ടൈം ഓഫ് സപ്ലൈ വരിക. അതായത് മാർച്ച് 20 കൊണ്ടുവന്ന് വെച്ച ഒരു പ്രോഡക്റ്റിന്റെ അപ്രൂവൽ എന്താണ്? മെയ് 15 അപ്പൊ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് മെയ് 15. അതായത് മെയ് മാസത്തില് ഫയലിംഗ് ചെയ്യുന്നത് ഏത് മാസമാണോ, ഇപ്പൊ ക്വാർട്ടർലി ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് ചെയ്യണമെങ്കിൽ ഓഗസ്റ്റിൽ നമ്മൾ ഫയലിംഗ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മെയ്യില് നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കുന്നത്, ജൂണിലാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എപ്പോഴാണോ അപ്രൂവൽ അതാണ്. ഇനി ഇതിനൊരു കണ്ടീഷൻ, ഇതൊരു ഫസ്റ്റ് സെനാരിയോ ആണ്. ഇനി സെക്കൻഡ് സെനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം വെച്ചേക്കുമെന്ന് വിചാരിക്കാം. എത്രയാണെങ്കിലും അവരത് വന്ന് എടുക്കുന്നുമില്ല, ഇത്ര മാസം കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യണം? ആ സാധനം കൊണ്ടുപോകുന്നില്ല, നമ്മുടെ അടുത്ത് സെയിലാവും എന്ന് വിചാരിച്ച് അവർ വെച്ചേക്കുവാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് അപ്രൂവൽ ആണ്. ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ 5th ജനുവരി 2020 കൊണ്ടുവന്ന് തന്നു. അവർ അപ്രൂവൽ ആയത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 2021 ഫെബ്രുവരിയിലാണ് അവർ ടൈം ഓഫ് സപ്ലൈ അവർ അപ്രൂവൽ ആക്കിയത്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇത് സെക്കൻഡ് സെനാരിയോ ആണ്. നമ്മൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ഒരു വർഷത്തേന് നമുക്ക് എപ്പോഴാണോ, ഒരു വർഷത്തിനുള്ളിൽ എന്നാണോ അപ്രൂവൽ കിട്ടുന്നത് അതിനെ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്രൂവൽ കിട്ടുന്നതെങ്കിൽ എന്നാണോ നമുക്ക് 1 month 12 months, അതായത് 1 year ലാപ്സ് ആവുന്നത്, എന്നാണോ ആ ഒരു ഡേറ്റ് തീരുന്നത്, ഒരു വർഷത്തെ ഡേറ്റ് എന്നാണോ തീരുന്നത് അതിന്റെ തൊട്ടടുത്ത ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, 1 year ആണ് അങ്ങനെ ഒരു സെയിൽ ഓൺ അപ്രൂവൽ ഓർ കൺസൈൻമെന്റ് സെയിലിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 yearനുള്ളിൽ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ആ അപ്രൂവൽ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ടൈം ഓഫ് സപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സപ്ലൈ കൊടുക്കാം. 1 year ആയിട്ടും ഇത് അപ്രൂവൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കറക്റ്റ് 1 year തീരുന്നത് ഇതാണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡെലിവറി ചെയ്തത് 2020 ജനുവരി 5-നാണ് ഡെലിവറി ചെയ്തത്. പക്ഷെ ഇതിന്റെ അപ്രൂവൽ അവർ പിന്നത്തെ 2021 ഫെബ്രുവരിയിലാണ്. പക്ഷെ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണ്?
എന്നാൽ 2021 ജനുവരി 5 വരുമ്പോൾ ഇതിന്റെ 1 വർഷം കഴിഞ്ഞു. കറക്റ്റ് പിറ്റേ ദിവസം, അതായത് ജനുവരി 6, 2021 ഇത് നമ്മൾ അപ്രൂവൽ ആയിട്ട് ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. പിന്നെ അവർ ആ സാധനം തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ടും അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് അപ്രൂവൽ ചെയ്ത് എന്നാണോ അപ്രൂവൽ, നമുക്ക് 12 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണോ 12 മന്ത്സിന്റെ പീരീഡ് തീരുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ ആണോ? റിട്ടേൺ ബേസിൽ നമ്മൾ സാധനം എടുക്കുന്ന കേസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയാ, ഈ പറഞ്ഞോട്ടാണ് ഒരു ഇലക്ട്രിക് ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിലും പുതിയതൊക്കെ വരുന്ന അവസരത്തിൽ ഇപ്പൊ നല്ല റേറ്റ് കൂടുതലാകുമ്പോൾ ആളുകൾ വാങ്ങണം എന്നില്ല. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, ഞങ്ങൾ ഇത്ര നാളിനുള്ളിൽ ആരും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുത്തോളാം, അങ്ങനെയുള്ള സംഭവമൊക്കെ ബിസിനസ്സിലുള്ളതാണ്. അപ്പൊ ആ ഒരു കേസ് വരുന്നതിലാണ് ഇത് സെയിൽ ഓൺ അപ്രൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അതായത് കൺസൈൻമെന്റ് സെയിലാണ്, സമ്മതത്തോടു കൂടിയുള്ളൊരു സെയിൽ. ഇത് ഓക്കെ ആണോ? ആ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടിന്യൂസ് സപ്ലൈ. എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ? കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രോഗ്രസീവ് വർക്കാണ്. അതായത് നമുക്ക് എന്താ പറയാ, കുറച്ച് നാളത്തേന് ഒരു വർക്ക് നിൽക്കുവാണ്. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്ന് തുടങ്ങുന്ന വർക്ക് നാളെ തീരുമോ? ഇപ്പോൾ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കമ്പ്യൂട്ടറോ ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല, ആണോ? പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് പണിത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷീൻ ആണെങ്കിലും വിചാരിക്കുക. ഇപ്പോൾ മെഷീൻ്റെ പാർട്സ് ഒക്കെ കൊണ്ടുവന്ന് നമുക്കിപ്പോൾ ഒരു മെഷീനറി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു 2 മന്ത്സോ 3 മന്ത്സ് ഒക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ, അതായത് ഒരെണ്ണത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സപ്ലൈ, അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് വർക്കൊക്കെ ചെയ്യുന്നതാണ്. അതാണ് കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ എന്താണ് എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഉണ്ടാവും അതിനകത്ത്, റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഉണ്ട്, അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ട്. അത് ഇൻവോയ്സിന്റെ കേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കേസും പറയുന്നുണ്ട്, അഡ്വാൻസും പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കേസ് ഒരെണ്ണം ഡ്യൂ ഡേറ്റ് ആണ്. സ്ക്രീൻ ചെറുതാണ്. ഓക്കെ ആണോ? അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു വർക്ക്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 2020 വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്, അതായത് 20% കംപ്ലീറ്റ് ചെയ്തത് മാർച്ച് 29 കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഇൻവോയ്സ് കൊടുത്തത് എന്നാണ്? ഏപ്രിൽ 15 ഇൻവോയ്സ് കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കാരണം നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടുന്നതിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. ഇതിന്റെ ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ഈ ഇൻവോയ്സിൽ തന്നെ അവർ ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് April 30. പക്ഷെ ഇവർക്ക് പൈസ കിട്ടിയതെന്നാ May 10. അപ്പൊ ഈ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ ഇത്ര പെർസെന്റേജ് കഴിയുമ്പോൾ ഒന്നിച്ചല്ല ബില്ല് കൊടുക്കുന്നത്. ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് ബില്ല് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ബില്ല് നമ്മൾ ഫയൽ ചെയ്യാൻ കൊടുക്കും. അപ്പൊ ഇതിൽ ഏതാണോ ഫസ്റ്റ് നടന്നതെന്നാണ് നമ്മൾ നോക്കണേ. ഇതിനകത്ത് ഏതാ ഫസ്റ്റ് നടന്നത്? കംപ്ലീറ്റ് ചെയ്തു വർക്ക്, 20% കംപ്ലീറ്റ് വർക്ക് ചെയ്തെന്നാ മാർച്ച് 29. പക്ഷെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല, മാർച്ചിൽ അത് കംപ്ലീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അവർ ഇൻവോയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പേയ്മെന്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇൻവോയ്സ് കൊടുത്ത് ഏപ്രിൽ മാസമാണ്, ആ ഇൻവോയ്സിൽ April 30 ഡ്യൂ ഡേറ്റും ഉണ്ട്, പൈസ കിട്ടിയത് May 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കേസിൽ ഏതായിരിക്കും ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ? April 30th. April 30 ആണോ? ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്, അഡ്വാൻസ് ഓഫ്. ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത്? ഡ്യൂ ഡേറ്റ് മാർച്ച് 30 ആവുമ്പോ ഇൻവോയ്സിന്റെ ഡേറ്റ് എന്നാ? 15. April 15 കൊടുത്തില്ലേ? രണ്ടും സെയിം ആണ്, ഏപ്രിൽ മാസത്തെ ഒന്നിച്ചാണ് ഫയൽ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇൻവോയ്സ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് April 15. കാരണം ഇൻവോയ്സ് നമ്മൾ ഇതിനകത്ത് വരും. ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ.
മനസ്സിലായോ? ഓക്കെ. ആ. ഏപ്രിൽ വരുമ്പോ ഓക്കെ, പ്രശ്നമല്ല. പക്ഷേ ഈ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് ചിലപ്പോ മെയ് 1 കൊടുത്തിരുന്നെങ്കിലോ? ഏപ്രിലല്ലേ ഫസ്റ്റ് കിടക്കണേ? അല്ലെങ്കിൽ ഇപ്പൊ അതെ. ഇൻവോയ്സ് കൊടുത്തത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവോയ്സിനാണ് ഡ്യൂ ഡേറ്റ്. അല്ലെങ്കിൽ പിന്നെ അവർ വെറുതെ പറഞ്ഞാലൊന്നും നമുക്ക് ഇൻവോയ്സ് റെഡി ആവില്ലല്ലോ. അപ്പൊ കൊടുക്കുന്ന ആ ഒരു ഇതിനകത്താണ് പറയണത്. അപ്പൊ മെയ് മാസമാണ് നമുക്ക് കൊടുത്തത്, അതിനകത്താണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക കേട്ടോ. ഓക്കെ. ഇനി സെക്കൻഡ് പാർട്ട് 30% കംപ്ലീറ്റ് ചെയ്ത് എന്നാ ഓഗസ്റ്റ് 15 കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇൻവോയ്സ് കൊടുത്തത് ഓഗസ്റ്റ് 25-നാണ്. ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 30 കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ജൂൺ മാസം. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ഇതിന്റെ സപ്ലൈ എന്ന് പറയുന്നത്? ജൂണ്. ജൂൺ. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കണ്ടിന്യൂസ് സപ്ലൈക്കകത്ത് വരുന്നത് ഈ കൺസൈൻമെന്റ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ കൊടുക്കുന്ന ഡേറ്റ് ആണ്. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഡേറ്റിന്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അപ്രൂവൽ കൊടുക്കുക, അത് കൊടുക്കും. പക്ഷെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണോ ഫസ്റ്റ് കിടക്കണം, ഒന്നെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പേയ്മെന്റ് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻവോയ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈയുടെ കേസ് വരിക. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടും ലെസ് ചെയ്യാനുള്ളതെല്ലാം ലെസ് ചെയ്തിട്ടും ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാൻ നേരത്ത് പറയാനുള്ളതാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതാണ് ഞാൻ ചോദിച്ചത്. എന്തുണ്ടെങ്കിലും ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽ ടു, ജസ്റ്റ് ഒരു 10 മിനിറ്റോടെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ബിൽ ടു ഷിപ്പ് ടു സപ്ലൈ. എന്താണ് ബിൽ ടു ഷിപ്പ് ടു? ബിൽ ടു ഷിപ്പ് ടു എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ടൈം ഓഫ് സപ്ലൈ എല്ലാവർക്കും ഓക്കെ ആണോ? സുഹേലിന് ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? ആ ഡൗട്ട് ഒന്ന് പേഴ്സണലി ചോദിച്ചേക്കാം. എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്, ഒന്ന് പേഴ്സണലി ചോദിച്ചേക്കാവോ ക്ലിയർ ആയിട്ട്? അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് ഇട്ട് തന്നെ. ഓക്കെ ഓക്കെ. ആ, എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട് കേട്ടോ, ഇട്ടാൽ മതി. ഓക്കെ. ബിൽ ടു ഷിപ്പ് ടു, സാധാരണ നോർമൽ കേസിൽ നമ്മൾ ബിൽ ടു ഷിഫ്റ്റ് സെയിം ആണ് അല്ലേ? അതായത് നമ്മൾ ബില്ല് കൊടുക്കുന്ന ആരാണോ അവരുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും ഷിപ്പ് ചെയ്ത് പോകുന്നത്. ഇതെന്തായിരിക്കും? UA-VAT അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, ബില്ല് ഒരാൾക്ക് കൊടുത്തു, ഷിപ്പ് ചെയ്യുന്നത് വേറെ ആൾക്ക്. അതായത് സാധനം ചെല്ലുന്ന കൺസൈനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിപ്പ് ടു, പ്ലേസ് ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബില്ലുണ്ട് അങ്ങനെ അടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽ ടു ഷിഫ്റ്റ് സപ്ലൈസ് ആർ കൺസിഡേർഡ് ടു ബി ഔട്ട് ഓഫ് സ്കോപ്പ് ഓഫ് ദ UA-VAT സംബന്ധിച്ചല്ല എങ്കിൽ അത് ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് അബ്ദുൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി UAE-യിലുള്ള കമ്പനിയാണ്, ഒരു ഹാർഡ്വെയർ ഗുഡ്സ് ആണ്. എൻ്റെ സപ്ലയർ ആണ് ആര്? ഇന്ത്യയിലുള്ളൊരു കമ്പനി. പക്ഷെ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, എനിക്കൊരു 1000 അലുമിനിയം ലാഡർ എന്ത് ചെയ്യണം, ഇറാനിലേക്കാണ് എനിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. ഇന്ത്യയിൽ നിന്ന്, അതായത് എൻ്റെ ഒരു സപ്ലയർ ആണ് ഇന്ത്യ, ഞാൻ ഇവിടെ എടുത്ത് സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇറാനിലേക്ക് എൻ്റെ കസ്റ്റമറാണ്, ഞാൻ നടുക്ക് നിൽക്കുന്ന UAE നടുക്ക് നിൽക്കുന്നതാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് സാധനം, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്തേക്ക് ബില്ലടിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലേ? നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇറാനിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇറാൻ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്കാണ് ഞാൻ മുഖാന്തരം ഇന്ത്യയിലേക്കാണ് ഈ വർക്കും കാര്യങ്ങളും കൊടുക്കുന്നത്. ഈ 1000 അലുമിനിയം ലാഡർ വേണം എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. പക്ഷെ അവരോട് പറയുകയാണ് ബില്ല് നമുക്ക് അടിച്ചോ, കാരണം നമ്മളായിട്ടാണ് അവർക്ക് കണ്ടീഷനുള്ളത്. കാരണം ഈ ഇറാനും ഇന്ത്യയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. എൻ്റെ സപ്ലയറും എൻ്റെ കസ്റ്റമറുമാണ്. ഞാനായിട്ടാണ്, UAE ആയിട്ടാണ് ഇന്ത്യക്കും ഇറാനും കണക്ഷൻ ഉള്ളൂ. പക്ഷെ സ്റ്റോക്ക് എന്താണ്, ഇന്ത്യനോട് പറയുവാണ് UAE-യിലേക്ക് ബില്ലടിച്ചോ നിങ്ങൾ, ബട്ട് സ്റ്റോക്ക് നിങ്ങൾ എങ്ങോട്ടേക്ക് കൊടുത്താൽ മതി, ഇറാനിലേക്ക് കൊടുത്താൽ മതി. അതാണ് ബിൽ ടു ഷിപ്പ് ടു. ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബില്ലടിച്ചു, ഞാൻ പറയുന്നത് ഗുഡ്സ് മൂവ് ചെയ്യണം. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഗുഡ്സ് മൂവ് ചെയ്തെങ്കിലാണ്, നമ്മൾ ഡെസിഗ്നേറ്റഡ് സോണിന്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഡ്സ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വാറ്റ് അവിടെ ആപ്ലിക്കബിലിറ്റി ആവുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ്, ഈ ഇന്ത്യക്കും ഇറാനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ ഇത്ര ഓർഡർ ഇറാൻ എനിക്ക് തന്നു, ഞാൻ ഇന്ത്യക്ക് കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് അവരെന്ത് ചെയ്തു, ബില്ല് നമുക്ക് തന്നു, നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ടിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തും കാര്യങ്ങളും കൊടുക്കാം. പക്ഷേ സ്റ്റോക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇന്ത്യയിൽ നിന്ന്
ഇറാനിലേക്കാണ് നേരിട്ട് പോയത്. അപ്പൊ ബില്ല് ഒരാൾക്കും തന്നു, ഷിപ്പ് വേറൊരാൾക്കും സാധനവും പോയി. അപ്പൊ ഈ ഒരു കേസിലാകുമ്പോൾ ഇതിപ്പോ UAE വഴി പോയാലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ സംബന്ധിച്ച് എന്ത് വരുന്നില്ല, ഇത് ഔട്ട് ഓഫ് സ്കോപ്പ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. UAE സ്റ്റോക്ക് വന്നെങ്കിൽ മാത്രമാണ് UAE വാറ്റ് ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞത്. നോർമൽ കേസിൽ ഇതാരും ചിന്തിക്കില്ല. ബിൽ ടു ഷിപ്പ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് UAE ബില്ലടിച്ചു എന്നതിന്റെ പേരിൽ നമുക്ക് വാറ്റ് ആപ്ലിക്കബിൾ ആവില്ല, സ്റ്റോക്കും കൂടി വരണം. ഓക്കെ, ഇത് ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തിയറിയും കൂടി പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ നോർത്താണ്. ഇത് ഓക്കെ ആണോ? ബിൽ ടു ഷിപ്പ് ടു, കാരണം സ്റ്റോക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല, ജസ്റ്റ് ബില്ലടിച്ചു എന്നുള്ള കേസ് മാത്രമാണ് വരുന്നത്. ഈ ഒരു കേസൊക്കെ വരാറുണ്ട് കേട്ടോ ചില കേസിൽ. ഇത്ര ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ചില കേസിൽ നമുക്ക് എന്താണ്, കസ്റ്റംസ് പിടിക്കില്ല. ഒരു മിനിറ്റ്. ഏതാണ് കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ? എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ? എന്താ കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ വെച്ചാൽ ചില ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിലൊക്കെ വളരെ കസ്റ്റംസ് ഡ്യൂട്ടി വളരെയധികം ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ചില ഗുഡ്സ് നമ്മൾ എവിടെ നിന്നാണെങ്കിലും UAE ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ. അതായത് ഇതിന് മുകളിൽ അവർ എന്ത് ചെയ്യില്ല, വാറ്റ് പിടിക്കില്ല. ഈ നമ്മൾ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ കസ്റ്റംസ് ഉള്ള, അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് സോണിൽ നിന്ന് സാധനം പോകുന്ന അവസരത്തിലൊക്കെ ആയിക്കോട്ടെ, കസ്റ്റംസ് ഡ്യൂട്ടി ഉള്ള ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കസ്റ്റംസിനാണ് കേട്ടോ. അവര് എന്ത് ചെയ്യും, അവരുടെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒക്കെ ഒരു പേപ്പർ എറർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തി കൊടുക്കാനൊക്കെ പാടാം. നമുക്ക് UAE വാറ്റിന്റെ ഫയലിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമെന്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 3 മാസം ക്വാർട്ടറിലേക്കാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണ്, കാരണം ഒരുപാട് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് ഇപ്പൊ ഒരു നമുക്കറിയാം നോർമൽ കേസിൽ ഒരു സെയിലും കാര്യങ്ങളൊന്നും അല്ല നടക്കുക. ഒരു മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 20 സെയിലൊക്കെ ഉണ്ടാവും, ഒരു 15 പർച്ചേസിൽ 50 സെയിലൊക്കെ അടിക്കുന്ന കമ്പനികൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മാസം 50 സെയിലും 3 മാസത്തിന് 150 സെയിലുമായി അതിനോടൊപ്പമുള്ള പർച്ചേസും വന്നു. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ മിസ്റ്റേക്കുകൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അമെന്റ്മെന്റ് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ UAE വാറ്റ് ഫയലിംഗിന്റെ കേസിൽ നമുക്കുണ്ട്. പക്ഷേ ഈ കസ്റ്റംസിൽ നമ്മൾ ക്ലിയറൻസും കാര്യങ്ങളും കൊടുക്കും, നമ്മൾ 2 വട്ടം ചെക്ക് ചെയ്ത ശേഷം മാത്രം അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം അതിന്റെ ഡിക്ലറേഷൻ നമ്മൾ ആ കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് തിരുത്താൻ ഭയങ്കര പാടാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈ കസ്റ്റംസ് ആയിരിക്കും ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ച് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമ്പോർട്ടിന്റെ ബില്ലൊക്കെ വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കത് ഓട്ടോ റാപ്റ്റഡ് ആയിട്ട് അത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കസ്റ്റംസിന്റെ ക്ലിയറൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ട് ആയിക്കോട്ടെ, ഡെസിഗ്നേറ്റഡ് സോണിൽ ഒരു മൂവ്മെന്റ് കൊടുക്കുന്നതൊക്കെ ആയിക്കോട്ടെ, കസ്റ്റംസ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഇങ്ങനെ UAE നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് നമ്മൾ എന്തായിട്ടുണ്ട്, കസ്റ്റംസിന്റെ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെ കേസിലാണെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, 4 കേസേ ഉള്ളൂ. കണ്ടോ, ഗുഡ്സ് എൻ്റർ ദ UAE അണ്ടർ ടെമ്പററി അഡ്മിഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പററി ആയിട്ട് നമ്മൾ UAE എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അതിപ്പോ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, ഇറാനിൽ നിന്നായിക്കോട്ടെ, UK നിന്നായിക്കോട്ടെ, എന്ത് കേസിലായിക്കോട്ടെ നമ്മൾ UAE ടെമ്പററി അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് നമുക്കിപ്പോൾ ഇവിടെ വേറൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് പോകും. അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ടെമ്പററി അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് UAE കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ കസ്റ്റംസിന്റെ വെയർ ഹൗസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെയും
കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണ്ട. പിന്നെ ഗുഡ്സ് ആർ ഇൻ ട്രാൻസിസ്റ്റ്. എന്താണ് ട്രാൻസിസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്? അതായത് UAE വഴി ഒരു സാധനം കടന്നു പോയി എന്ന് വിചാരിച്ച്, അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരികയാണ്, പക്ഷെ UAE വഴിയാണ് അത് കടന്നു പോയത് എന്ന് വിചാരിച്ച് നമ്മൾ VAT കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഇന്റൻഡഡ് ടു ബി കണ്ടോ റീ എക്സ്പോർട്ടഡ് ബൈ ദ സെയിം പേഴ്സൺ ഹു ഇമ്പോർട്ടഡ് ദം. അതായത് എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തു, UAE കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ UAE ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേറൊരു രാജ്യത്തേക്ക് പോയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു UAE നമ്മൾ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ബിൽ ടു ഷിഫ്റ്റുവിന്റെ കേസ് ആണെങ്കിലും ഇന്ത്യയിൽ നിന്ന് അത് എന്ത് ചെയ്തു, UAE വന്നു. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അത് ഇറാനിലേക്ക് പോയി എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് വരുന്നില്ല, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ 4 കേസിലാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ കൊടുത്താലും കസ്റ്റംസിന്റെ വെയർ ഹൗസിലേക്ക് കൊടുത്താലും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റ്, നമ്മളിപ്പോൾ UAE വഴി ഒരു സാധനം പോയി എന്ന് വിചാരിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ UAE ഒരു സാധനം കൊണ്ടുവന്ന് വച്ചു, അത് നമ്മൾ വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇമ്പോർട്ടും ചെയ്തു, അതേപോലെ തന്നെ നമ്മളത് എക്സ്പോർട്ടും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആ അവര് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു, പക്ഷെ ആ സാധനം കൊണ്ടുവരുന്ന അവസരത്തിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യും. ആ ഇറക്കി വെച്ചിരിക്കുന്ന, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന അതേ ക്വാണ്ടിറ്റി അതേ രീതിയിൽ ആയിരിക്കണം അവിടുന്ന് എക്സ്പോർട്ടും ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ഇഷ്യൂ ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റംസ് സസ്പെൻഷൻ എന്ന് പറഞ്ഞത്. ഇനിയിപ്പം ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ നമുക്ക് തീരും കേട്ടോ. ഒരു ക്ലാസ്സിൽ മാക്സിമം തീർക്കാൻ നോക്കാം. ഇനിയിപ്പോൾ വലിയ ഡീപ്പായിട്ടില്ല. ക്യാപിറ്റൽ അസറ്റ് സ്കീം ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ഇത് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്യൂ ഡേറ്റ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഒരു ക്ലാസ്, ഏകദേശം ഒരു ക്ലാസ് മതിയായിരിക്കും. പിന്നെ കൺസിഡറേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് സ്പെഷ്യൽ റീഫണ്ട്, ഇതും കൂടെ ഉള്ളൂ. സ്പെഷ്യൽ റീഫണ്ട് സ്കീമൊക്കെ ഉള്ളൂ നമുക്ക് ഏകദേശം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഗ്രൂപ്പ് സാർ ക്ലാസ് ഇന്ന് ഇടുമായിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് സാർ ഇടുമെന്ന് ഇല്ല. പറഞ്ഞു. ഇന്ന് സാർ ഇടും ക്ലാസ് എന്നിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇട്ടേക്കാന്ന്. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് എടുത്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ? ഇന്നിപ്പോ പറഞ്ഞ ടൈം ഓഫ് സപ്ലൈ ആണ്, പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി സസ്പെൻഷൻ, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ടൈം ഓഫ് സപ്ലൈയുടെ കേസ് ഈ പറഞ്ഞ കൺസൈൻമെന്റ് സെയിൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് പ്രോഗ്രസീവ് വർക്ക് ആയിട്ട് വരും. പിന്നെ ഒരു ടോപ്പിക്കും കൂടി പറയാനുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ടൈം ഓഫ് സപ്ലൈ പറഞ്ഞ കേസിൽ നമുക്ക് എന്താ, ഇമ്പോർട്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് അസംബിൾ ചെയ്തു അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഞാനത് സർവീസിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഒരു ലിഫ്റ്റിന്റെ ഒരു വർക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ദുബായിൽ എന്ത് ചെയ്യാണ്, ഒരു ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ആ വർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് March 10-നാണ് സ്റ്റാർട്ട് ചെയ്തത് വിചാരിക്കുക. 10, 11, 12 ആയിട്ടും ആ ഒരു സംഭവം തീർന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അസംബിൾ ചെയ്ത് കൊടുക്കുക ഒക്കെ കേസ് ആണെങ്കിൽ അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു സർവീസ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് മാസമാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടൈം ഓഫ് സപ്ലൈ വരിക. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു, ഇമ്പോർട്ട് ചെയ്യൂല നമ്മളിപ്പം. ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റംസിന്റെ ആ ഒരു ഡേറ്റ് ഉണ്ട്. കസ്റ്റംസിന്റെ ലെജിസ്ലേഷൻ പ്രകാരം ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം നമ്മളിപ്പം കൊണ്ടുവന്ന ശേഷം UAE ആ സാധനം വരുന്നത് എന്നാണെന്നൊക്കെ കസ്റ്റംസിന് കറക്റ്റ് ആയിട്ട് അവർക്ക് അതിന്റെ ഡേറ്റ്, ഞാൻ പറഞ്ഞു കസ്റ്റംസ് ആയിരിക്കും ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇമ്പോർട്ടിന്റെ കേസിൽ കസ്റ്റംസിന്റെ പ്രകാരം എന്താണ്, ഇമ്പോർട്ട് ചെയ്യുന്ന എന്നാണോ അതായിരിക്കും ഇമ്പോർട്ടിന്റെ കേസിൽ ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഒരു സാധനം അസംബിൾ ചെയ്യുന്നതായിക്കോട്ടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കോട്ടെ അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണോ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അസംബിൾ ചെയ്യുന്നതായിക്കോട്ടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിക്കോട്ടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ വരിക. ഇത്രയും കാര്യങ്ങളാണ് ഡേറ്റ് ഓഫ് സപ്ലൈയുടെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ ടോപ്പിക് എടുക്കുമ്പോൾ ഏകദേശം ഒരു പാർട്ട് തീർത്താണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ചോദിക്കാൻ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ. ഓക്കെ.